ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. കഴിഞ്ഞ വീഡിയോയിൽ റീഗൻസ്ബർഗിലെ പച്ചപ്പും ഹരിതാഭയും അവിടുത്തെ ഓൾഡ് സ്റ്റോൺ ബ്രിഡ്ജും പിന്നെ മെയിൻ കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഒക്കെ വീഡിയോ ഇട്ടിരുന്നു. 2 ദിവസം എടുത്ത് റീഗൻസ്ബർഗിലെ അത്യാവശ്യ സ്ഥലങ്ങളെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നു. ഇനി അടുത്ത ദിവസം നമ്മൾ പോകുന്നത് പ്രാഗിലേക്കാണ്. റീഗൻസ്ബർഗിൽ നിന്ന് 4 മണിക്കൂർ ട്രെയിൻ യാത്രയാണ് പ്രാഗിലേക്ക്. പ്രാഗും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ ട്രെയിൻ യാത്രകളിലെല്ലാം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായ പ്ലേസസ് ആണ്. നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല രസമുള്ള പച്ചപ്പും ഒക്കെ ആയിട്ട് ഒരുപാട് കൃഷിയിടങ്ങളുമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിതാ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഒരു മഫിനൊക്കെ കഴിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ചു. എന്നിട്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാടൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു സ്റ്റേഷൻ വിട്ട് കഴിയുമ്പോൾ മുതൽ ഇതുപോലെ രസമുള്ള സ്ഥലങ്ങളാണ്. ആ ആകാശവും പിന്നെ ഈ പാടങ്ങളും ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ്. അവിടെ കൂടുതലും ഗോതമ്പൊക്കെയാണ് കൃഷിയെന്ന് തോന്നുന്നു. ഗോതമ്പ്, ചോളം, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ കണ്ടു. പക്ഷേ ഇതിങ്ങനെ പാടം കൊയ്ത്ത് കഴിഞ്ഞതും പാടം കൃഷിയുള്ളതും എല്ലാം ഉണ്ട്. എല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കോഫിയൊക്കെ കുടിച്ച് കയ്യിലുള്ള സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി. കാരണം നമ്മൾ രാവിലെയൊക്കെ ഒരുപാട് നടന്നു കഴിഞ്ഞിട്ടാണ് ട്രെയിൻ കയറാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പം നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും വൈകിട്ടാവും. നമ്മൾ പ്രാഗിലെത്തുമ്പം ഏകദേശം 8 മണിയെങ്കിലും ആവും. പ്രാഗിലെത്തിയിട്ട് ഞങ്ങൾക്ക് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് ടാക്സിക്ക് പോകാനുണ്ട്. അവിടെയാണ് ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തേക്കുന്നത്. ഒരു ബ്ലാക്ക് ബ്രിഡ്ജ് ഗോൾഫ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര്. ആ ഗോൾഫ് റിസോർട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പടത്തിൽ കാണുന്ന പോലെയൊന്നുമല്ല, ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ട്രെയിൻ യാത്ര കാണാം, അത് കഴിഞ്ഞിട്ട് റിസോർട്ടിലെത്താം. ഞങ്ങൾ ശരിക്കും ഒരു 8 മണിയോടെ പ്രാഗിലെത്തേണ്ടതായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കുറച്ച് എന്തോ കൺസ്ട്രക്ഷൻ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രെയിൻ ഒരു അരമണിക്കൂറോളം പിടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റേഷനിലെത്തിയിട്ട് ഞങ്ങളെ അവിടുന്ന് ബസ്സിൽ കയറ്റി വിട്ടു. അങ്ങനെ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാഗിലെത്തിയപ്പോഴത്തേക്കും രാത്രി 11 മണിയായി. അപ്പോൾ ഇതാ 11 മണിയായപ്പോൾ എത്തിയപ്പം ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ലുക്ക്. അപ്പോൾ ഇനി കിടന്നുറങ്ങിയിട്ട് ബാക്കി നാളെ രാവിലെ കാണാം.
പേരിൽ പറയുന്ന പോലെ തന്നെ ഇതൊരു ഗോൾഫ് റിസോർട്ടാണ്. അപ്പം ആളുകൾ ഇവിടെ ഗോൾഫ് കളിക്കാനായിട്ട് വരും. അപ്പോൾ ഡേ ടൈമിൽ വന്ന് പോകുന്നവരും ഉണ്ട്, അല്ലാതെ സ്റ്റേ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ കോട്ടേജസ് ഉണ്ട്. ഇത് കണ്ടോ, അങ്ങനെ ഒരു 20 കോട്ടേജസോളം ഉണ്ട്. പിന്നെ നമ്മുടെ അവിടെ മെയിൻ റിസപ്ഷനിൽ പോയിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാനും ചെക്ക് ഇൻ ചെയ്യുന്നതിനും അങ്ങനത്തെയൊക്കെയുള്ള സൗകര്യമൊക്കെ ഉള്ളത്. പക്ഷേ ഈ പ്രോപ്പർട്ടി കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഇങ്ങനെ ഒരു ലുക്കാണ്. നമ്മുടെ പഴയ വിൻഡോസ് XPയിലുള്ള ആ ഒരു വാൾപേപ്പറൊക്കെ പോലെയുണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു, സൺറൈസൊക്കെ കണ്ടു. ഇനി നമുക്ക് കുറച്ചൊന്ന് നടക്കണം, കാരണം ഞങ്ങളുടെ കോട്ടേജ് എന്ന് പറയുന്നത് 19 നമ്പർ. അപ്പം ഞങ്ങൾ ഇച്ചിരി റിസപ്ഷനിൽ നിന്ന് ഇച്ചിരി ദൂരെയാണ്. അപ്പം ഞങ്ങൾക്ക് നടന്ന് പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട്. അപ്പം നമുക്കിങ്ങനെ പ്രോപ്പർട്ടി കണ്ട് നടന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. Hey guys, so ഞങ്ങൾ ഇന്നലെ രാത്രി പ്രാഗിലെത്തി and it's such a beautiful place. ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന വഴിക്ക് ഒരു കോട്ടേജിൽ നിന്ന് ഒരു പട്ടിക്കുട്ടി ഓടി വന്നതാണ്. നമുക്ക് പിന്നെ പട്ടിക്കുട്ടിയായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ഓടേണ്ടി വന്നു. എന്നാലും അതൊരു പാവമായിരുന്നു. അത് കാലിൻ്റെ അടുത്ത് വന്നൊന്ന് അനങ്ങാതെ നിൽക്കും, അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒന്ന് കാണാം. വീഡിയോ എടുത്തിട്ടുണ്ട്. സോ ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുവാണ്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, അതാണ് നമ്മുടെ വീട്. ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇതാണ് ഈ ബ്ലാക്ക് ബ്രിഡ്ജ് ഗോൾഫ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ. ഇവിടെ കുറേ കാറുകൾ കിടക്കുന്ന കണ്ടോ. ഇതിൽ കുറച്ച് പേരൊക്കെ സ്റ്റേ ചെയ്യാൻ വന്നിട്ടുള്ളവരാണ്. പിന്നെ കുറച്ച് പേര് ഗോൾഫ് കളിക്കാനായിട്ട് ഡേ ടൈമിൽ വരുന്നവരാണ്. അപ്പോൾ അവർ രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, എന്നിട്ട് ഗോൾഫ് കളിക്കാനായിട്ട് പോവും. അപ്പോൾ അവിടുന്ന് നമുക്ക് ഗോൾഫ് കിറ്റൊക്കെ റെൻറ്റിന് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ റിസോർട്ടിൽ ആക്ച്വലി നല്ല രസമാണ് കാണാനായിട്ട്. ചുറ്റുമാണെങ്കിലും കോട്ടേജസിൻ്റെ അടുത്താണെങ്കിലും പിന്നെ അതിന് നടുക്കായിട്ടൊരു ലേക്കുണ്ട്. അങ്ങനെ കുറേ സംഭവമുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഇന്ന് സിറ്റിയിലോട്ട് പോവുകയാണ്. ഞങ്ങളിതാ ബസ്സിൽ കയറി സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. പ്രാഗിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചാൾസ് ബ്രിഡ്ജും
പിന്നെ ഒരു ആസ്ട്രോണോമിക്കൽ ക്ലോക്കുണ്ട്. പിന്നെ ഇവിടെയും മെയിനായിട്ടൊരു ക്രിസ്മസ് മാർക്കറ്റുണ്ട്. പിന്നെ ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ഭയങ്കര ഫേമസ് ആണ്. കാരണം ഭയങ്കര വലിയൊരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ നമ്മൾ ഈ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് 10 മിനിറ്റ്സ് ആണ് പ്രാഗ് ടൗണിലേക്ക്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു റിവറും അതിൻ്റെ ഒരു ഡാമൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.